നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ജെ മേഴ്സിക്കുട്ടിയുമാണ്. കാരണം വി എസിനോട് ചേർന്ന് നിന്ന കൊല്ലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാളാണ്. എങ്ങനെ ഓർക്കണമെന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം വി എസിൻ്റെ ഓർമ്മകളാണ് ഇന്നും മുന്നിൽ. അതെ, വി എസിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണിത്. ഒരുപാട് ഓർമ്മകൾ. വി എസിനെ ആദ്യം കണ്ടത് മുതൽ ഏറ്റവും ഒടുവിൽ വി എസ് ആശുപത്രിയിലായത് വരെയുള്ള ഓർമ്മകൾ. ഏറ്റവും ഒടുവിൽ ഉത്രാടം തിരുനാളിൽ കണ്ടപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ 3 മാസം മുമ്പ് വി എസിനെ നേരിട്ട് കണ്ടിരുന്നു. അതുവരെയുള്ള ഓർമ്മകൾ അങ്ങേറ്റം ജ്വലിച്ചു നിൽക്കുന്നൊരു സമയമാണിത്. വി എസിൻ്റെ സംഭാവന രാജ്യത്തെ അധസ്ഥിതരുടെ മോചനത്തിന് വേണ്ടിയുള്ള അതിശക്തമായ നിലപാടാണ്. അത് കർഷക തൊഴിലാളി മുതൽ ഏത് വിഭാഗം തൊഴിലാളി, മത്സ്യത്തൊഴിലാളിയാണെങ്കിലും കശുവണ്ടി തൊഴിലാളിയാണെങ്കിലും കയർ തൊഴിലാളിയാണെങ്കിലും വി എസ് തന്നെ ഒരു കയർ തൊഴിലാളിയായിട്ടാണ് തുടക്കം കുറിക്കുന്നത്. തൊഴിലാളി എന്ന നിലയിൽ തയ്യൽ തൊഴിലാളി, കയർ തൊഴിലാളി. അപ്പോൾ വി എസ് തന്നെ ഒരു തൊഴിലാളിയായി ജീവിച്ചൊരു തൊഴിലാളിയുടെ നേതാവായി വളർന്ന് തൊഴിലാളികൾക്ക് മോചനം നൽകുന്നതിൽ അതിശക്തമായി ഇടപെട്ടൊരു നേതാവെന്ന നിലയിൽ വി എസ് എടുക്കുന്ന ഏതൊരു പ്രശ്നവും, അത് സ്ത്രീ പ്രശ്നമാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാണെങ്കിലും കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വി എസ് എടുക്കുന്ന ഏതൊരു നിലപാടും അത് വലിയ വഴികാട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. വി എസ് എടുക്കുന്ന നിലപാട് അത് ഇന്നും ഉറച്ചു നിന്നിരുന്നു. അക്കാര്യത്തിൽ പിന്നോട്ട് പോക്ക് വി എസ് ഉണ്ടായിരുന്നില്ല. അതെ, വി എസിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരിക്കലും പിന്നോട്ട് പോയില്ല. ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി എസ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ ഞാനുമായിട്ടൊക്കെ അടുത്തൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ചിലത് നിലപാട് വി എസ് എടുക്കുന്ന നിലപാടിനോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് സ്വതന്ത്രമായി പറയാം. വി എസിനോട് ഒരു തർക്കവുമില്ല. സ്വതന്ത്രമായി പറയുന്നത് കേൾക്കും. ഒരു പുത്രി വാത്സല്യത്തോടു കൂടി അതിലെ എന്താണ് നമ്മുടെ നിലപാടിലുള്ള പെശകെന്ന് തിരുത്തും. ചിലത് അംഗീകരിക്കേണ്ടതുണ്ടെങ്കിൽ വി എസ് അത് ശരിയാണ് എന്ന് പറയും. ഈ തരത്തിൽ ഒരു തുറന്ന ഒരു പുത്രി വാത്സല്യത്തോടു കൂടി നമ്മളെയൊക്കെ കാണാൻ. അങ്ങനെ ഓരോ വി എസിനോട് അടുക്കുന്ന ഓരോരുത്തർക്കും വളരെ സ്നേഹത്തിന്റെയും ആധികാരികതയുടെയുമായ ശിക്ഷണം വളരെ കൃത്യമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പുതുതലമുറയ്ക്കും വളരെ ആവേശമാണ്, ഊർജമാണ്. അതാണ് നമുക്കിപ്പം നഷ്ടമായിരിക്കുന്നത്. ആ ഊർജം വീണ്ടെടുക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് കേരളം. വി എസ് പകർന്നു നൽകിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്നും വി എസ് അതിലെ അടിയുറച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കേട്ടില്ല. വി എസ് എന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് വിയോജിപ്പിടക്കിടയിലും കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ചേർന്ന് തന്നെയാണ് പോരടിച്ചിട്ടുള്ളത്. അതെ, വി എസ് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്. വി എസിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നതാണ് വി എസിന്റെ സവിശേഷത. അത് പോരാട്ടം നയിക്കുന്നതിനും വി എസിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതെ, വി എസിന് ബോധ്യപ്പെടുന്ന കാര്യത്തിൽ ഏതറ്റം വരെയും പോരാട്ടവും മുന്നോട്ട് പോകും. അതിന് ആർക്കും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. അതാണ് വി എസിന്റെ സവിശേഷത. വി എസുമായുള്ള ഒരുപാട് വ്യക്തിപരമായ ഓർമ്മകൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഏറ്റവും ഈ സന്ദർഭത്തിലടക്കം ഓർക്കാൻ കഴിയുന്നത് എല്ലാം ഒന്നും ഇപ്പൊ എനിക്ക് പങ്കിടാനുള്ള ഒരു ശേഷിയില്ല ഇന്നത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം. പക്ഷേ വി എസുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പത്തിൽ എനിക്കുള്ള നേട്ടം എന്തെന്ന് ചോദിച്ചാൽ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഊർജ്ജം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയ കരുത്ത് എന്ന് വെച്ചാൽ ഒരു പൊതുപ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ മന്ത്രിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും സാധാരണക്കാരോട് കമ്മിറ്റ്മെന്റോടുകൂടി പെരുമാറാൻ, ഉറച്ച തീരുമാനമെടുക്കാൻ, അതിൽ അടിയുറച്ചു നിൽക്കാൻ ഒക്കെയുള്ളൊരു പരിശീലനം വി എസിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അതെനിക്കൊരു കരുത്താണ്. കൊല്ലത്തിന്റെ മണ്ണ് വി എസിനോട് അത്രത്തോളം ചേർന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം അത്രത്തോളം ആഴത്തിൽ ഇഴിയെടുപ്പമുള്ള വി എസിനെ ചേർത്ത് പിടിച്ച വി എസിന് എക്കാലവും അനാഥത്വം തോന്നാത്ത മണ്ണാണ്. ആലപ്പുഴയെ പോലെ പ്രിയപ്പെട്ട മണ്ണാണ് വി എസിന് കൊല്ലമെന്ന് പലകുറി നമ്മൾ തെളിയിച്ചതാണ്. ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കമുള്ളവരോട് ഇരിപ്പുണ്ട്. വി എസിനെ ഓർത്തെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? കുട്ടനാട്ടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന വി എസ് പുന്നപ്രവയലാർ സമരത്തിന്റെ പേരിൽ കൊടിയ മർദ്ദനമേറ്റ് കാൽപാദങ്ങളിൽ ബയണറ്റ് കുത്തിയിറക്കി ബോധം കെട്ട വി എസ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് കാട്ടിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറായ വി എസ്. ആ വി എസിന്റെ പുനർജന്മം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായി, പാവങ്ങളുടെ പടത്തലവനായി, പെൺപക്ഷത്തു നിന്ന അനീതിക്കെതിരെ പോരാടിയ, നീതിക്ക് വേണ്ടി പോരാടിയ അഴിമതിരഹിതനായ വി എസ്. അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ പൊതുസമൂഹത്തിന് തീരാനഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഗൈതവുമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, ദുഃഖം രേഖപ്പെടുത്തുന്നു. ഈ കാണുന്നതാണ് കൊല്ലത്തിന്റെ പൗരാവലി. ഒന്നടങ്കം ഇവിടേക്ക് ഇറങ്ങി
ഈ പൗരാവലി ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെയധികം പാടുപെടുന്നുണ്ട് ഇവിടുത്തെ റെഡ് വോളണ്ടിയേഴ്സ് അടക്കമുള്ളവർ. കാരണം ഈ ജനാവലിയെ നിയന്ത്രിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻ മേയർ കൂടിയ പ്രസന്ന ഏണസ്റ്റ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇങ്ങനെ VS എന്ന് പറയുന്നത് സ്വാഭാവികമായും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഉള്ളിലെ വികാരം കൂടിയാണ്. ഏതാണ്ട് ഇന്നലെ 3:30 മണി മുതൽ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു സഖാവ് VS ഉള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ ഏതാണ്ട് ഇന്ന് 5 മണി മുതൽ നിരവധിയായിട്ടുള്ള സഹോദരിമാരും കൊച്ചുകുട്ടികളും ചെറുപ്പക്കാരാണ് അവരുടെ വികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് VSനെ മുദ്രാവാക്യം ഉയർത്തി നിൽക്കുന്നത്. അത് നമ്മുടെ സഖാവ് VS എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ഏത് കാര്യം ചെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന, അതിനാവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെല്ലാം മാതൃകാപരമായി തീരാൻ പറ്റുന്ന വലിയ സമുന്നതനായ നേതാവാണ്. എന്നും എല്ലാവരുടെയും ഹൃദയത്തിലുള്ള നേതാവാണ്. VS എന്താണ് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ വ്യക്തമാക്കുന്നത്. കൊല്ലത്തിന്റെ നഗരഹൃദയത്തിലേക്ക്, ചിന്നക്കടയിലേക്ക് ഈ യാത്ര എത്തുമ്പോൾ സ്വാഭാവികമായും അക്ഷരാർത്ഥത്തിൽ വൈകാരികമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾക്കായിരിക്കും കൊല്ലം നഗരം സാക്ഷ്യം വഹിക്കുക. ഈ 2 മണിക്കും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനം VSനോടുള്ള സ്നേഹം, ആ കടപ്പാട്, ആ സ്നേഹവായ്പ് അത് ഓരോ ഘട്ടത്തിലും പങ്കിടുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നേതാക്കൾ ആരും ആഹ്വാനം ചെയ്തിട്ട് ഇവിടേക്ക് എത്തുന്നവരല്ല, സ്വമേധയാ ഇവിടേക്ക് ഒഴുകിയെത്തുന്നവരുടെ എണ്ണം അനുനിമിഷം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഈ കടന്നു വന്ന വഴികളിലെല്ലാം തന്നെ അത് പ്രകടമാണ്. VS എത്രത്തോളം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ആ VS എന്ന 2 അക്ഷരം എന്നുള്ളതാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്, ഈ ജനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റിനെ നഷ്ടമായതു, ഒരു നിലപാടുള്ള കമ്മ്യൂണിസ്റ്റിനെ, നിശ്ചയദാർഢ്യമുള്ള കമ്മ്യൂണിസ്റ്റിനെ, ഒരു സമര യൗവനത്തെ നഷ്ടമായി എന്നാണ് ഓർത്തെടുക്കുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നത്.